ഓക്കെ, ദ നെക്സ്റ്റ് പി ഡി എ. പി ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് ഡൗൺ ഫൈനൈറ്റ് ഓട്ടോമേറ്റയാണ്. പുഷ് ഡൗൺ ഫൈനൈറ്റ് ഓട്ടോമേറ്റ, ദാറ്റ് ഇസ് പി ഡി എ. ഇപ്പോൾ പി ഡി എ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റയായ ഡി എഫ് എ പഠിച്ചു അല്ലേ, എൻ എഫ് എ പഠിച്ചു. അപ്പോൾ ഈ ഡി എഫ് എ ആയാലും എൻ എഫ് എ ആയാലും അത് റെഗുലർ ഗ്രാമറിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. റെഗുലർ ഗ്രാമറിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ റെഗുലർ ഗ്രാമറിനെ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എൻ എഫ് എ അല്ലെങ്കിൽ ഡി എഫ് എ. റെഗുലർ ഗ്രാമറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പി ഡി എ എന്ന് പറയുന്നത് എന്തിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി എഫ് ജിയെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് പി ഡി എ. അപ്പോൾ സി എഫ് ജി എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് പുഷ് ഡൗൺ ഫൈനൈറ്റ് ഓട്ടോമേറ്റ. എൻ എഫ് എയും ഡി എഫ് എയും എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്? റെഗുലർ ഗ്രാമർ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എൻ എഫ് എയും ഡി എഫ് എയും. ഇനി എന്താണ് പി ഡി എയും അല്ലെങ്കിൽ നമ്മൾ എൻ എഫ് എയും ഡി എഫ് എയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇതിനെ ചേർത്ത് നമ്മൾ എഫ് എസ് എം എന്നാണ് വിളിക്കുക. എഫ് എസ് എം എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ. ഓക്കെ, എൻ എഫ് എയും ഡി എഫ് എ എപ്സിലോൺ എൻ എഫ് എ എന്നൊക്കെ പറയുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് എസ് എം എന്ന് പറയുന്നത്. എഫ് എസ് എം എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ്. അപ്പോൾ നമ്മുടെ എൻ എഫ് എ ഡി എഫ് എ എഫ് എസ് എം എന്ന് പറയുന്നത് റെഗുലർ ഗ്രാമർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പി ഡി എ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഈ പി ഡി എയും നമ്മുടെ കറസ്പോണ്ടിങ് എഫ് എസ് എം ആയിട്ടുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പി ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എസ് എമ്മിൻ്റെ കൂടെ ഒരു സ്റ്റാക്ക് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പി ഡി എ എന്ന് പറയുന്നത്. ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ്റെ കൂടെ ഒരു സ്റ്റാക്കും കൂടി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് പി ഡി എ. അപ്പോൾ നമുക്കതിനെ മാത്തമാറ്റിക്കലി ഇങ്ങനെ എഴുതാം: പി ഡി എ ഇസ് ഈക്വൽ ടു എഫ് എസ് എം പ്ലസ് സ്റ്റാക്ക്. എഫ് എസ് എമ്മിനകത്ത് നമുക്ക് എൻ ഡി എ അല്ലെങ്കിൽ എൻ എഫ് എ അല്ലെങ്കിൽ ഡി എഫ് എ വരാം. ഓക്കെ, നോൺ ഡിറ്റർമിനിസ്റ്റിക്കോ ഡിറ്റർമിനിസ്റ്റിക്, അത് രണ്ടും ഏതിനകത്ത് വരാം? പി ഡി എക്കകത്ത് വരാം. അതിൻ്റെ കൂടെ എന്തും കൂടി വരണം എന്നുണ്ട്, ഒരു സ്റ്റാക്ക് എന്ന് പറയുന്നതും കൂടി വരണം. അപ്പോൾ അത് രണ്ടും കൂടി ചേരുന്നത് എഫ് എസ് എമ്മും സ്റ്റാക്കും കൂടി ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പി ഡി എ, പുഷ് ഡൗൺ ഓട്ടോമേറ്റ. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ പഠിച്ച ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് പോലെ തന്നെയാണ് ചെയ്യുന്നത്. വിത്ത് നമുക്ക് എക്സെപ്ഷൻസ് അല്ലെങ്കിൽ അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് സ്റ്റാക്ക്. നിങ്ങൾ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്. ആ സബ്ജക്റ്റിനകത്ത് സ്റ്റാക്ക് എന്ന് പറയുന്ന സംഭവം പഠിച്ചിട്ടുണ്ട്. സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. എന്ത് ഡേറ്റ സ്ട്രക്ചറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഡേറ്റ സ്ട്രക്ചറാണ്? ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് സ്റ്റാക്ക്. അപ്പോൾ ആ ലീനിയർ ഡേറ്റ സ്ട്രക്ചറിൽ സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? കണ്ടിന്യൂവസ് ടോപ്പിൽ നമ്മളിങ്ങനെ ഡേറ്റ ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഒരു ഡേറ്റയുടെ മുകളിലാണ് അടുത്ത ഡേറ്റ എടുത്ത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാക്കിന് രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്: പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻ. പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇൻസേർട്ട് ഓപ്പറേഷനെയാണ് എന്തെന്ന് പറയുന്നത്? പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് ഓപ്പറേഷനെയാണ് നമ്മൾ പോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡേറ്റ സ്ട്രക്ചറിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത് ഏത് ഡേറ്റ സ്ട്രക്ചർ? സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് പുഷ് എന്ന് പറയുന്നത്. ആ സ്റ്റാക്കിൽ നിന്ന് ഡേറ്റ എടുത്തു മാറ്റുമ്പോൾ നമ്മൾ പറയുന്നതാണ്, ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതാണ് എന്ത്? പോപ്പ് എന്ന് പറയുന്ന ഓപ്പറേഷൻസ്. ഓക്കെ, ഇനി നമ്മൾ ആ ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഒരു ചെറിയ ഇംപ്ലിമെൻറ്റേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇതേമാതിരിയാണ് നമ്മൾ സ്റ്റാക്ക് ഇരിക്കുന്നതെങ്കിൽ സ്റ്റാക്കിൻ്റെ നമ്മുടെ കറസ്പോണ്ടിങ് ലൊക്കേഷൻസ് പോയിൻ്റ് ചെയ്യാൻ, ടോപ്പിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടോപ്പ് എന്ന് പറയുന്നത്. ടോപ്പിൻ്റെ ഇനിഷ്യൽ വാല്യൂ ടോപ്പ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. എപ്പോഴാണ്? ഇനിഷ്യൽ സ്റ്റേജിൽ ടോപ്പ് എന്ന് പറയുന്നത് -1. അതായത് സ്റ്റാക്ക് ഈസ്
എം ടി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ വരുന്നതാണ് ടോപ്പ് -1. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് നിങ്ങൾ റീകളക്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ് ആണ്. അവിടെ നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഡേറ്റ അടുക്കി വെക്കുന്നതാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ എന്ന് പറയുന്നത് ഒരു എൻഡിൽ കൂടിയേ നമുക്ക് രണ്ട് കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻസേർഷനും ഡിലീഷനും സെയിം എൻഡിൽ കൂടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് എന്തെന്ന് പറയുന്നത് സിംഗിൾ എൻഡഡ് ആണ്. നമുക്ക് ഒരു വഴിയേ നമുക്ക് ഇൻസേർഷനോ ഡിലീഷനോ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻസേർഷൻ ആയാലും ഡിലീഷൻ ആയാലും അല്ലെങ്കിൽ പുഷ് ആണെങ്കിലും പോപ്പ് ആണെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ടോപ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ്. ആ ടോപ്പ് എന്തിനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് സ്റ്റാക്ക് ടോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ടോപ്പ് എന്ന് പറയുന്ന വേരിയബിൾ. ഇനിഷ്യലി ടോപ്പ് ഇസ് -1, ദാറ്റ് ഇസ് സ്റ്റാക്ക് ഇസ് എം ടി. ഓക്കെ, ഇനി പുഷ് ഓപ്പറേഷൻ നമ്മൾ പറയുന്നത്, പുഷ് എന്ന് പറയുന്നത് ഇൻസേർഷൻ ഓപ്പറേഷനാണ് പറയുന്നത്. പുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് നമ്മൾ ടോപ്പിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ടോപ്പിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ -1ൽ നിന്ന് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ടോപ്പ് ഇസ് ഈക്വൽ ടു 0, 0യിലേക്കാണ് നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ് ഏതാണോ അത് കൊണ്ടുവന്ന് വെക്കുന്നത്. ഓക്കെ, വീണ്ടും അടുത്ത എലമെൻറ്റ് കൊണ്ടുവെക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ടോപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ പുഷിനകത്ത് ഫസ്റ്റ് ചെയ്യുന്നത് ടോപ്പ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും, ആ ഒരു അറേ ഓഫ് ടോപ്പിനകത്തേക്ക് വാല്യൂ എടുത്തുകൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഇനി പോപ്പ് ഓപ്പറേഷൻ ആണെങ്കിലോ, പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ടായിട്ടിരിക്കുന്നത് സ്റ്റാക്ക് ടോപ്പ് എവിടെയാണോ ആ പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക, ഡേറ്റ റിമൂവ് ചെയ്യുക. അപ്പോൾ റിമൂവ് ചെയ്യുന്നതും ഈ ഏരിയയിൽ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഡേറ്റ ടോപ്പിലിരിക്കുന്ന ഡേറ്റ അങ്ങ് റിമൂവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ടോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം അറേ ഓഫ് ടോപ്പിലിരിക്കുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, വേറെ എവിടേക്കെങ്കിലും മാറ്റി വെക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ടോപ്പ് ടോപ്പ് ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സാധാരണ സ്റ്റാക്കിൻ്റെ പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടോപ്പ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക, ഡേറ്റ എടുത്ത് അവിടേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യുക. പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യുക, ആ ഡേറ്റ അവിടെ നിന്ന് എടുത്ത് മാറ്റുക, ടോപ്പ് എന്ത് ചെയ്യുക, ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുക. ഇതവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് നമ്മൾ ഡേറ്റ സ്ട്രക്ചറിൽ പഠിച്ച കാര്യങ്ങളാണ്. എന്താണ് പുഷ്, എന്താണ് പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാക്കും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞത് നമ്മൾ നമ്മുടെ PDA അല്ലെങ്കിൽ പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. അതിനകത്ത് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനകത്ത് മെമ്മറി ഉണ്ട്, പക്ഷേ മെമ്മറി കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. അതേസമയം നമ്മൾ PDAക്കകത്ത് വരുന്ന സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് മെമ്മറിയാണ്. നമുക്ക് സ്റ്റാക്കിന് സൈസ് എത്ര വേണമെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കുക, ഇൻഫിനിറ്റ് സൈസാണ്. ഏത് സൈസിലുമുള്ള സ്റ്റാക്ക് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, PDA. ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ പ്ലസ് സ്റ്റാക്ക് എന്ന് പറയുന്നത് വരുമ്പോഴാണ് അതിനെ നമ്മൾ PDA എന്ന് പറയുന്നത്. സ്റ്റാക്കിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് ആണ് പുഷും പോപ്പും. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ കറസ്പോണ്ടിങ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു PDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മെയിനായിട്ട് 3 കമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ടേപ്പ് ഇൻപുട്ട് ടേപ്പ്. ദെൻ രണ്ടാമത്തത് ഫൈനൈറ്റ് കൺട്രോൾ യൂണിറ്റ്, ഇത് കൺട്രോൾ ചെയ്യുന്നൊരു യൂണിറ്റ്. ദെൻ മൂന്നാമത്തത് സ്റ്റാക്ക് വിത്ത് ഇൻഫിനിറ്റ് സൈസ്, ഒരു സ്റ്റാക്കും ഉണ്ടാവും. PDAക്കകത്ത് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനും ഉണ്ട്, ഒരു സ്റ്റാക്കും ഉണ്ട്. ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഓട്ടോമേറ്റ എന്ന് പറഞ്ഞപ്പോൾ ഒരു ടേപ്പ് വെച്ചൊക്കെയാണ് പഠിപ്പിച്ചത്. അപ്പോൾ അതിനകത്ത് വേണ്ടുന്ന ഇൻപുട്ട് കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻപുട്ട് ടേപ്പ് ഉണ്ട്. ദെൻ അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫൈനൈറ്റ് കൺട്രോൾ യൂണിറ്റ്, അതായത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാനും പോപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫൈനൈറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ദെൻ ഒരു സ്റ്റാക്ക് ഉണ്ട്, സ്റ്റാക്ക് വിത്ത് ഇൻഫിനൈറ്റ് സൈസ്, എത്ര വേണമെങ്കിലും മെമ്മറി സൈസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാക്കും അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ PDAക്ക് 3 കോമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇൻപുട്ട് ടേപ്പ്, ദെൻ നെക്സ്റ്റ് ഫൈനൈറ്റ് കൺട്രോൾ യൂണിറ്റ് ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നത് സ്റ്റാക്ക്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതൊരു ഇൻപുട്ട് ടേപ്പാണ്. ഇതിനകത്ത് നമ്മൾ കുറച്ച് ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ടേപ്പിനകത്ത്. ദെൻ അതിൽ നിന്ന് ഓരോ ഇൻപുട്ട് എടുക്കുന്നതിനെ കറസ്പോണ്ടിങ് ആ ഓരോ ഇൻപുട്ടിനെയും എടുത്ത് നമുക്കത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പുഷ് ചെയ്ത് വെക്കുക. അതേസമയം അത് പോപ്പ് ചെയ്ത് മാറ്റേണ്ടുന്നതാണെങ്കിൽ, റിമൂവ് ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്യുക.
അപ്പോൾ പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻസ് ചെയ്യുന്നത് ഫൈനൈറ്റ് കൺട്രോൾ യൂണിറ്റ് ആണ്. ഏതിലേക്ക്? സ്റ്റാക്കിലേക്ക്, അല്ലെങ്കിൽ സ്റ്റാക്കിൽ നിന്ന്. ദെൻ നമുക്ക് സ്റ്റാക്കിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തെടുക്കുന്ന ഡേറ്റാസ് എന്ത് ചെയ്യും? ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. സാധാരണ നമ്മളൊരു ഗ്രാമർ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാമറിനകത്ത് കുറച്ച് ലാംഗ്വേജസും ആ ലാംഗ്വേജസിലെ ഡേറ്റാസും ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ ആ ഡേറ്റാസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ റിജക്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ CFG പഠിച്ചപ്പോൾ കുറേ CFG ഗ്രാമർ അത് അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ, അല്ലെങ്കിൽ അത് കറസ്പോണ്ടിങ് നമ്മുടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്താണ് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, ഒരുപാട് എക്സാമ്പിൾസ് ചെയ്ത് നോക്കി. അപ്പോൾ അത് നമ്മൾ ഈ ഒരു PDA യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കറസ്പോണ്ടിങ് നമ്മൾക്ക് കിട്ടുന്ന ആ ലാംഗ്വേജിനകത്ത് വരുന്ന ഓരോ സ്ട്രിങ്ങും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ റിജക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും? ഇത് വെച്ച് PDA വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പുഷ് ഡൗൺ ഓട്ടോമേറ്റർ എന്ന് പറയുന്നത് ഒരു 7 ടപ്പിൾ ചേരുന്നതാണ്. നമ്മൾ നമ്മുടെ കറസ്പോണ്ടിങ് DFA NFA ഒക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ടപ്പിൾസ് പറഞ്ഞാണ്. അപ്പോൾ അതേപോലെ PDA എന്ന് പറഞ്ഞാൽ ഒരു 7 ടപ്പിൾസ് ചേരുന്നതാണ് PDA എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ 7 ടപ്പിൾസ് എന്ന് പറഞ്ഞാൽ? P = Q, സിഗ്മ, ഗാമ, ഡെൽറ്റ, Q0, Z0, F. എന്താ? P = Q, സിഗ്മ, ഗാമ, ഡെൽറ്റ, Q0, Z0, F. ഇനി എന്താണ് ഓരോന്നും ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, Q is a finite set of states. നമ്മൾ അതിനകത്ത് പറഞ്ഞത് തന്നെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിനെയാണ് ക്യാപിറ്റൽ Q ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സിഗ്മ എന്ന് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ അതിൽ പറഞ്ഞതുപോലെ ആൽഫബറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, അതായത് ഇൻപുട്ട് സിമ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സിഗ്മ എന്ന് പറയുന്നത്. ദെൻ ഡെൽറ്റ അവിടെ നമ്മൾ പഠിച്ചതാണ്. ഡെൽറ്റ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷനെ കുറിച്ച് പറയുന്നതാണ്. ഡെൽറ്റ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഏത് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ഏത് ഇൻപുട്ട് സ്വീകരിക്കുമ്പോൾ ഏത് സ്റ്റേറ്റിലേക്ക് പോവും എന്നുള്ളത് പറയുന്നതാണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ അതിനകത്ത് അഡീഷണൽ വരുന്ന ഒരെണ്ണം ഗാമ എന്ന് പറയുന്നതാണ്. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ഫൈനൈറ്റ് സ്റ്റാക്ക് ആൽഫബറ്റ്, അതായത് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യുന്നത് ഏതൊക്കെ ഡേറ്റാസാണ്. ഇനിഷ്യലി നമ്മുടെ എന്താണ് ഇൻപുട്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നതും പോപ്പ് ചെയ്യുന്നതും. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്ത് വരുന്ന സ്റ്റാക്ക് സിമ്പിൾസിനെയാണ് ഗാമ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സ്റ്റാക്ക് സിമ്പിൾസ്. ദെൻ Q0 എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റാർട്ട് സിമ്പിളിനെയാണ് Q0 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ Z0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാക്കിൻ്റെ സ്റ്റാർട്ട് സിമ്പിൾ. നമ്മൾ സ്റ്റാക്ക് സാധാരണ ഓപ്പറേഷൻസ് പറഞ്ഞപ്പോൾ ടോപ്പ് എന്ന് പറയുന്നൊരു വാല്യൂ പഠിച്ചു അല്ലേ, ടോപ്പ് എന്ന് പറയുന്ന വേരിയബിൾ. ഇവിടെ ടോപ്പിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് Z0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് -1, അതായത് നമ്മുടെ സ്റ്റാക്കിനകത്തൊന്നും ഇല്ല എന്നുള്ള രീതിക്ക് പറയുന്നതാണ് Z0 എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാക്ക് നമ്മുടെ അവസാനത്തെ എലമെൻറ്റ് വരെ നമ്മൾ പോപ്പ് ചെയ്തോ എന്നുള്ളത് അറിയുന്നത് ഈ Z0 എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാ എലമെൻസും പുഷ് ചെയ്ത എല്ലാ എലമെൻസും പോപ്പ് ചെയ്തോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അത് നമ്മൾ നേരത്തെ സാധാരണ ഡേറ്റ സ്ട്രക്ചറിലാണെങ്കിൽ ടോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 വരുമ്പോൾ എന്തെന്ന് പറയാം, സ്റ്റാക്ക് ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്തു അല്ലെങ്കിൽ അത് empty ആയി എന്ന് പറയാം. ഈ കേസിൽ നമുക്കങ്ങനെ ടോപ്പ് -1 നമ്മൾ പ്രോഗ്രാമിംഗ് അല്ലല്ലോ പറയുന്നത്. അപ്പോൾ ആ കേസിൽ നമുക്ക് ടോപ്പ് -1 ആവുമ്പോഴാണ് സ്റ്റാക്ക് empty ആവുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ ആ സ്റ്റാക്ക് empty അല്ലെങ്കിൽ സ്റ്റാക്കിനകത്ത് ഇനി ഒന്നും തന്നെ പോപ്പ് ചെയ്യാനില്ല എന്ന് കാണിക്കുന്നതാണ് Z0 എന്ന് പറയുന്ന സിമ്പിൾ. ദെൻ F എന്ന് പറയുന്നത് അവിടെ പറഞ്ഞതുപോലെ തന്നെ സെറ്റ് ഓഫ് അക്സെപ്റ്റിംഗ് ഓർ ഫൈനൽ സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ F കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ PDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 ടപ്പിൾസ് ആണ്. P = Q, സിഗ്മ, ഗാമ, ഡെൽറ്റ, Q0, Z0, F. അതിൽ ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ Q എന്ന് പറയുന്നത്. സിഗ്മ എന്ന് പറയുന്നത് ഇസ് എ ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ്. ദെൻ ഗാമ എന്ന് പറയുന്നത് ഇസ് എ ഫൈനൈറ്റ് സ്റ്റാക്ക് ആൽഫബറ്റിനെയാണ് നമ്മൾ ഗാമ എന്ന് പറയുന്നത്. സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പോപ്പ് ചെയ്തെടുക്കുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ ഗാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ Q0 ഇസ് ദ സ്റ്റാർട്ട് സിമ്പിൾ. ഡെൽറ്റ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷന്. ദെൻ Z0 എന്ന് പറയുന്നത് സ്റ്റാക്ക് സിമ്പിൾ.
സ്റ്റാർട്ട് സ്റ്റാക്ക് സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാക്കിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിനെ കാണിക്കുന്നതാണ് Z0 എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എഫ് ഈസ് ദ സെറ്റ് ഓഫ് ഫൈനൽ ഓർ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതാണ് ഒരു പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്താണെന്നും അതിൻ്റെ കോമ്പണൻസ് ഏതൊക്കെയാണെന്നുള്ളതും അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നുള്ളതുമാണ് ഈ പറഞ്ഞത്. ഓക്കെ, പുഷ് ഡൗൺ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് നമ്മൾ യൂസ് ചെയ്ത ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് പോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ സ്റ്റാക്ക് ഇൻഫിനിറ്റ് മെമ്മറിയും കൂടി വരുമ്പോഴാണ് അതിനെ PDA എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ എന്താണ് NFA DFA യൂസ് ചെയ്യുന്നത് റെഗുലർ ഗ്രാമേഴ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ്. അതേസമയം PDA യൂസ് ചെയ്യുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് CFG കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് PDA യൂസ് ചെയ്യുന്നത്. ദെൻ അതിനകത്ത് സ്റ്റാക്ക് പറയുമ്പോൾ ഇതിൻ്റെ 2 ഓപ്പറേഷൻസ് പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻസ്. ദെൻ PDA എന്ന് പറഞ്ഞാൽ അതിന് 3 കോമ്പണൻസ് ഉണ്ട്. ഇൻപുട്ട് ടേപ്പ്, ഫൈനൈറ്റ് കൺട്രോൾ യൂണിറ്റ്, സ്റ്റാക്ക് വിത്ത് ഇൻഫിനിറ്റ് സൈസ്. ഓക്കെ, ദെൻ നമ്മൾ കറസ്പോണ്ടിങ് PDA എന്ന് പറഞ്ഞാൽ ഒരു 7 ടപ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആ 7 ടപ്പിൾസ് എന്ന് പറഞ്ഞാൽ P = Q, സിഗ്മ, ഗാമ, ഡെൽറ്റ, Q0, Z0, F. Q എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, സിഗ്മ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ്, ഗാമ എന്ന് പറയുന്നത് ഇസ് എ ഫൈനൈറ്റ് സ്റ്റാക്ക് ആൽഫബറ്റ്, ഡെൽറ്റ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷന്, Q0 എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്റ്റേറ്റ്, Z0 എന്ന് പറയുന്നത് സ്റ്റാക്ക് സിമ്പിൾ, സ്റ്റാക്കിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ്. F ഈസ് ദ സെറ്റ് ഓഫ് ഫൈനൽ ഓർ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്സ്. ഓക്കെ.